ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. ടെൽ അവീവിൽ നിന്നും ജോർദാൻ, ഈജിപ്റ്റ് വഴി ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് ആദ്യഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പ്രവാസികളെയാകും ഒഴിപ്പിക്കുക. ഏതാണ്ട് 25,000 പേരോളം വരും ആദ്യഘട്ടത്തിൽ എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൽ മലയാളികൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെയില്ല. ഇതിനിടയിൽ ടെഹ്റാനിൽ നിന്ന് കൂടുതൽ പേരെ ഇന്ത്യ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എംബസിയുമായി ബന്ധപ്പെടണമെന്നും എംബസിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പറയുന്നു. സ്വന്തം നിലയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ സുരക്ഷ ഉറപ്പാക്കണമെന്നും കൂടി എംബസി പറയുന്നു. ചില വിദ്യാർത്ഥികളൊക്കെ സ്വന്തം നിലയ്ക്ക് ടെഹ്റാന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളവർ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറയുന്നു. അല്ലാത്തവർക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും ഇന്ത്യൻ എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇസ്രായേലിൽ നിന്ന് കൂടി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഒരു നീക്കം ഇന്ത്യ തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേലുമായി അടുത്തു നിൽക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ഭയക്കുന്നത് ഒരു വലിയ ആക്രമണം അല്ലെങ്കിൽ വലിയ യുദ്ധം അടുത്തു തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് അമേരിക്ക കൂടി രംഗത്ത് എത്തുകയാണെങ്കിൽ വിനാശകരമായ ആയുധങ്ങൾ ഒരുപക്ഷെ ഇറാൻ ഉപയോഗിച്ചേക്കാം ഇസ്രായേലിൽ നേർക്ക്, ഇല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്ക്, മറ്റ് ഈ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ യുദ്ധമായി തന്നെ പോകും. ഇറാന്റെ ഒരു വലിയ പ്രത്യാക്രമണത്തിൽ ഇന്നലെ ടെൽ അവീവിലടക്കം ചില മിസൈലുകൾ പതിച്ചിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.